ഈ പിണറായി വിജയൻ 2014 മുഖ്യമന്ത്രിയായി. അദ്ദേഹം ആദ്യം എഴുതി കൊടുത്തതെന്നറിയാം, എനിക്ക് പൈലറ്റ് എസ്കോർട്ട് മാത്രം മതി എന്നാണ്. IBക്ക് റിപ്പോർട്ട് കിട്ടി അദ്ദേഹത്തിനെതിരെ വധശ്രമം ഉണ്ടാവുന്നു. അങ്ങനെ IB ആണ് ഇസഡ് കാറ്റഗറി പ്രഖ്യാപിച്ചത്. അങ്ങനെയാണ് 12 വണ്ടി വന്നത്. ഈ 40 വണ്ടി കൊണ്ട് പോകുന്നതൊക്കെ വെറുതെ ദുഷ്പ്രചരണമാണ്, അങ്ങനെയല്ല. അപ്പോൾ സോണിയാഗാന്ധി വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർക്ക് എന്താണ് ഇസഡ് കാറ്റഗറി. അപ്പോൾ ഇസഡ് കാറ്റഗറി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലീസുകാർക്ക് ഇസഡ് കാറ്റഗറിയുള്ള VIP അറ്റാക്ക് ചെയ്യപ്പെടാൽ വെടിവെച്ച് കൊല്ലാം. നിയമമാണത്. ആ നിയമം അനുസരിച്ച് ഈ പോലീസുകാർ പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് അത് വെറുതെ ലഘൂകരിച്ച് പ്രവർത്തിച്ച് കളയരുത്. ഇസഡ് കാറ്റഗറി പ്രഖ്യാപിക്കുന്ന വെടിവെച്ച് കൊല്ലാതെ വിട്ടത് മഹാഭാഗ്യം വായിച്ചതല്ല. അല്ല, നിയമം അങ്ങനെയാണെന്നായി പറഞ്ഞേ. നിയമം അങ്ങനെയാണ്. എനിക്ക് ആ MLA ബഹുമാനോ സ്നേഹമൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ നമ്മളൊരു പോലീസ് ആക്ഷനെ വ്യാഖ്യാനിക്കുമ്പോൾ വ്യക്തിബന്ധം അതിനകത്ത് വരരുത്. നമ്മൾ നിയമം അനുസരിച്ച് സംസാരിക്കാം. ഇനി നമ്മൾ കഞ്ചാവിലേക്ക് വരാം. കേരളം കഞ്ചാവിന്റെ ഈറ്റിലമായി മാറിയത് ഒരു 50 കൊല്ലത്തിന് മുമ്പാണ്. അപ്പോൾ 1986 ഞാൻ ഇടുക്കിയിൽ ASP ആയിട്ടിരിക്കുമ്പോൾ ഒരു മലമുകളിൽ കഞ്ചാവ് കൃഷി ഉണ്ടെന്ന് വിവരം കിട്ടി. അങ്ങനെ ഞാനൊരു 4-5 പോലീസുകാരെ കൊണ്ട് ആ മലമുകളിൽ കയറി ചെന്നപ്പോൾ 9 തോക്കുമായിട്ട് അവിടെ ആൾ നിൽക്കുകയാണ്. അവരെൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, സാറേ സാറിൻ്റെ ഇല്ലാതെ 2 തോക്കല്ലേ ഉള്ളൂ, ഞങ്ങളുടെ 9 എണ്ണം ഉണ്ട്. ഈ എസ്റ്റേറ്റിലേക്കാണ് കയറിയ ഞങ്ങൾ സാറിനെ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. 1000 ഏക്കറുള്ള എസ്റ്റേറ്റാണ് 86-ൽ. കേരളത്തിൽ ഇഷ്ടംപോലെ കഞ്ചാവ് വരുന്നുണ്ട്. കഞ്ചാവ് മെജോറിറ്റി 60% വരുന്നു. മതികെട്ടാൻ അവിടെ. പിന്നെ അതെ കേരളത്തിലെ 60% കഞ്ചാവ് വരുന്നത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, കർണാടക എന്ന 3 സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അതിൽ 2 എണ്ണം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്, 1 എണ്ണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. 20% കഞ്ചാവ് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട് നമ്മുടെ DMK ഭരിക്കുന്ന സംസ്ഥാനമായിരുന്നു. പിന്നെ കേരളത്തിലെ തുറമുഖങ്ങൾ, ആ തുറമുഖങ്ങളിലൂടെ കഞ്ചാവും ഡ്രഗ്സ് ഇറങ്ങുകയാണ്. വിഴിഞ്ഞ തുറമുഖത്തിൽ ചെക്കില്ല, അവിടെ കൂടെ കഞ്ചാവ് ഇറങ്ങുകയാണ്. കൊച്ചി തുറമുഖത്തിൽ നിന്ന് കഞ്ചാവ് ഇറങ്ങുകയാണ്. ഇനി ബോട്ടിൽ കൊണ്ടുവന്നിട്ട് ആലപ്പുഴയും പൊന്നാനിയൊക്കെ കടൽ തീരത്തോട് നിർത്തിയിട്ട് കഞ്ചാവ് അവിടെ വില്ലേജസിൽ ഇറക്കിയിട്ട് അവിടുന്ന് സ്പ്രെഡ് ചെയ്യുകയാണ്. ഇത് തടയുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കഞ്ചാവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു സംസ്ഥാനം തെലങ്കാനയാണ്. കസ്റ്റംസ് ഇതിൽ എന്താ വരുന്നത് പരിശോധിക്കില്ലേ ശ്രീ അലക്സാണ്ടർ ജേക്കബ്? പറ്റിയല്ല. കപ്പലിൽ വരുന്ന എല്ലാ പെട്ടിയും തുറക്കാൻ ഒക്കത്തില്ല. വിഴിഞ്ഞത്ത് വരുന്ന എല്ലാ പെട്ടിയും തുറക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ലാൻഡ് ചെയ്ത ശേഷം ഇത് സെയിൽസിന് കൊണ്ടുപോകും. ആ സെയിൽസിന് കൊണ്ടുപോകുന്ന സമയത്താണ് പാവപ്പെട്ട തൊഴിലില്ലാത്ത ഏതെങ്കിലും പയ്യൻ്റെ കൊടുത്തു വിടും. അവൻ 1000 രൂപ കിട്ടും, അവൻ കൊണ്ട് വിൽക്കും. പിടിക്കുന്ന ആരെയാണ്? ഈ പാവത്തിനെ. നെയ്യാറ്റിൻകര സർക്കിൾ ഇൻസ്പെക്ടർ വളരെ ധൈര്യമായിട്ട് കയറി കഞ്ചാവ് പിടിക്കാൻ തുടങ്ങി. 4 ഗുണ്ടകൾ വന്ന് അയാളുടെ വീട്ടിനകത്ത് കയറി അയാളുടെ ഭാര്യയുടെ മുമ്പിലിട്ടിട്ട് അങ്ങോട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ്റെ കാലും കൈയും തല്ലി ഓടിച്ചു. ആ പാവം സർക്കിൾ ഇൻസ്പെക്ടർ മോൻ ഇപ്പോഴും മുടന്തിയാണ് നടക്കുന്നത്. ആര് സംരക്ഷിച്ചു? ഗവൺമെൻറ് സംരക്ഷിച്ചോ? നമ്മുടെ മലപ്പുറത്ത് മിടുക്കനായ ഒരു പോലീസ് ഓഫീസർ കഞ്ചാവ് ഭംഗിയായിട്ട് പ്രവർത്തിച്ച് ഒരുപാട് കേസങ്ങൾ പിടിച്ചു. അദ്ദേഹത്തിൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂളിൽ വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും നാരങ്ങ കൊണ്ട് കൊടുത്തു. പെട്ടെന്ന് ഈ കുട്ടി ബോധം കെട്ട് വീണു. അപ്പോൾ കുട്ടി ആശുപത്രി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി. പിന്നെ 24 മണിക്കൂർ കുട്ടിയെ കാണാനില്ല. ആ കുട്ടിയെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാൽ കുട്ടിക്ക് ബോധം വീണു. കുട്ടി ഓടി പോലീസിൻ്റെ അവിടെ ചെന്ന് രക്ഷ പ്രാപിച്ചു. കുട്ടിയുടെ ശരീരം മുഴുവനും സിഗരറ്റ് കത്തിച്ചിട്ട് പൊള്ളിച്ചിരിക്കുകയാണ്. ബലാത്സംഗം ചെയ്തിട്ടില്ല. ബലാത്സംഗം ചെയ്താൽ ആ സിമന്റിനകത്തുനിന്ന് ആളിനെ കണ്ടെത്താൻ പറ്റും. ആ പോലീസ് ഇതിനെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരുമില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥനും മേടിച്ചാൽ ഈ കഞ്ചാവ് തടയാൻ പറ്റത്തില്ല. അത് സെൻട്രലി ഡിസ്ട്രിബ്യൂഷൻ വരുന്ന മഹാരാഷ്ട്രയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും തെലങ്കാനയിൽ നിന്നും പിടിക്കണം. അപ്പോൾ ആ സംസ്ഥാനത്തിലെ BJPയുടെയും കോൺഗ്രസിൻ്റെയും ഗവൺമെൻറ് സഹകരിച്ചാൽ ഇങ്ങോട്ട് കഞ്ചാവ് ഇറക്കാതിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കഞ്ചാവ് ഇറക്കിയില്ലെങ്കിലും ഈ ഡ്രഗ്സ് ആർട്ടിഫിഷ്യലി മാനുഫാക്ചർ ചെയ്യണിപ്പം നമ്മുടെ സ്ഥലത്ത്. പണ്ട് ഈ കഞ്ചാവ് ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞാൽ വലിയ പന്ന സാധനങ്ങളായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേരങ്ങ് മാറ്റി MDMA. ഉഗ്രൻ 2 ഡിഗ്രിയുടെ പേരാണ് MDMA. കഷ്ടപ്പെട്ടാക്കിടുന്ന 2 ഡിഗ്രിയുടെ പേര് ഒരുമിച്ച് ചേർത്തതിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ആർട്ടിഫിഷ്യലി നമ്മുടെ ലബോറട്ടറീസിൽ വെച്ച് മാനുഫാക്ചർ ചെയ്തിട്ട് ഇവിടെ മാർക്കറ്റിലോട്ട് ഇറക്കുകയാണ്. പിന്നെ ഉറക്ക ഗുളിക കൊടുക്കുന്ന ആ ഗുളിക ഉണ്ടല്ലോ, അതും സിഞ്ചിവറീസ് എന്ന് പറയുന്ന സാധനം, അതിനകത്തുനിന്ന് ഈ ഡ്രഗ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് ഏതാനും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ തടയാൻ പറ്റില്ല. അത് സംഘടിതമായ ഒരു ശ്രമം 5 സംസ്ഥാനങ്ങൾ ഒത്തുചേർന്ന് 5 സംസ്ഥാനത്തെ പോലീസ് ഒത്തുചേർന്ന് തടഞ്ഞങ്ങളെ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ബോംബെയിലെ കഞ്ചാവ് വിൽപ്പന കേന്ദ്രം പിടിച്ചപ്പോൾ ഒരു ADGP ഉൾപ്പെടെ 4 IPS ഉദ്യോഗസ്ഥന്മാരാണ് ബോംബെയിലെ കഞ്ചാവ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഡ്രഗ്സ് കേരളത്തിലോട്ട് കൊണ്ടുവരുന്ന കൺട്രോൾ ചെയ്യുന്ന 4 IPS ഉദ്യോഗസ്ഥന്മാരാണ്. IPS ഉദ്യോഗസ്ഥനെ എനിക്ക് തൊലി പൊളിഞ്ഞു പോയത് വാർത്ത കേട്ടപ്പോൾ. 4 പേരെ അറസ്റ്റ് ചെയ്ത്. ADGP ഉൾപ്പെടെ 3 IG മാർ ഉൾപ്പെടെ 4 പേര് അകത്താണ്. അപ്പോൾ പോലീസ് സേനയ്ക്ക് അകത്ത് തന്നെ സപ്പോർട്ടുണ്ട്,
ഗവൺമെൻറ്റിൽ സപ്പോർട്ടുണ്ട്, അങ്ങനെയാണ് ഈ കഞ്ചാവ് സ്പ്രെഡ് ചെയ്യുന്നത്.